ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിവോയുടെ Y12. പ്രോബ്ലം സ്പീക്കർ വർക്ക് ആവുന്നില്ല. എന്തായാലും ഡിവൈസ് ഓപ്പൺ ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം സ്പീക്കറിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ബസർ മോഡിൽ സെറ്റാക്കിയതിനു ശേഷം ബീപ്പോട് കൂടി 7നും 14നും ഇടയ്ക്ക് വാല്യൂ കിട്ടുന്നുണ്ട് എങ്കിൽ സ്പീക്കർ ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ 10 കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സ്പീക്കർ ഓക്കെ ആണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ബോർഡിന്റെ കണ്ടീഷൻ ആണ്. സ്പീക്കറിന്റെ കണക്ഷൻ ഷോർട്ട് ആണോ ഓപ്പൺ ആണോ എന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ സെറ്റാക്കിയതിനു ശേഷം ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്ത് റെഡ് നോബ് ഗ്രൗണ്ട് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു കണക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 500 സംതിങ് GR വാല്യൂ കിട്ടുന്നത് കൊണ്ട് ഈ ഒരു കണക്ഷൻ പ്രോപ്പർ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ചെക്ക് ചെയ്യുമ്പോൾ ഇത് 0.2, അതായത് ഈ ഒരു കണക്ഷൻ ഷോർട്ട് ആണ്. ഈ ഒരു കാരണം കൊണ്ടാണ് സ്പീക്കർ വർക്ക് ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ ഒരു ലൈനിലെ ഷോർട്ട് എവിടെയാണ് വരുന്നത് എന്ന് ഫൈൻഡ് ചെയ്യണം. ആദ്യം മെയിൻ ബോർഡിലെ ഈ ഒരു കണക്ടറിൽ കണക്ഷൻ രണ്ടും പ്രോപ്പർ ആയി എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു കണക്ടറിന്റെ മുകളിലെ 3ാമത്തെ പിന്നും അടിയിലെ 3ാമത്തെ പിന്നുമാണ് 2 പോയിന്റ്. മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ സെറ്റാക്കിയതിനു ശേഷം കണക്ടറിന്റെ ആദ്യ കണക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ GR വാല്യൂ ഓക്കെ ആണ്. അടിയിലും ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയും GR വാല്യൂ ഓക്കെ ആണ്. അതായത് മെയിൻ ബോർഡ് വരെ കണക്ഷൻ പ്രോപ്പർ ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യുന്നത് ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പും സബ് ബോർഡുമാണ്. മെയിൻ ബോർഡിൽ ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പ് കണക്ട് ചെയ്തതിനു ശേഷം ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പിന്റെ ഔട്ട്പുട്ടിലെ 2 പോയിന്റും ചെക്ക് ചെയ്യുമ്പോൾ GR വാല്യൂ കറക്റ്റ് കിട്ടുന്നത് കൊണ്ട് ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പും ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി സബ് ബോർഡിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. റെഡ് നോബ് ഗ്രൗണ്ട് ചെയ്തതിനു ശേഷം 2 കണക്ഷനും ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ആണ്, ഒരു വാല്യൂ ലഭിക്കുന്നില്ല. അതിനർത്ഥം സബ് ബോർഡും ഷോർട്ടായി കാണിക്കുന്നില്ല. സബ് ബോർഡിലേക്ക് സ്ട്രിപ്പ് ഫിക്സ് ചെയ്തതിനു ശേഷം ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പിന്റെ ഇൻപുട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടായി കാണിക്കുന്നുണ്ട്. അതായത് സബ് ബോർഡിലെ കണക്ടറിലേക്കും ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഷോർട്ട് വരുന്നത്. അതിനർത്ഥം ഈ ഒരു സബ് ബോർഡിന്റെ കണക്ടറാണ് പ്രോബ്ലക്കാരൻ. ഈ ഒരു കണക്ടർ ചേഞ്ച് ചെയ്താൽ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ചാർജിംഗ് ജാക്കിനും പ്രോബ്ലം ഉള്ളത് കൊണ്ട് സബ് ബോർഡ് തന്നെ ചേഞ്ച് ചെയ്ത് 2 പോയിന്റിലെയും GR വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ 500 സംതിങ് 2 പോയിന്റിലും കിട്ടുന്നത് കൊണ്ട് കണക്ഷൻ ഇവിടെ രണ്ടും പ്രോപ്പറായി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു കണക്ഷനിലേക്ക് പ്രോപ്പറായി വോൾട്ട് എത്തുന്നുണ്ടോ എന്നാണ്. ഇവിടെ ആക്റ്റീവ് വോൾട്ട് ആണ് ലഭിക്കുക. അതായത് എപ്പോഴാണ് സ്പീക്കർ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വോൾട്ട് വരും. ഡിവൈസ് ഓപ്പൺ ചെയ്ത് സ്പീക്കർ ഓൺ ആക്കി ഇവിടെ 2 പോയിന്റിലും വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 2 പോയിന്റ് സംതിങ് വോൾട്ട് എത്തുന്നത് കൊണ്ട് വോൾട്ടും പ്രോപ്പർ ആണ്. ഇനി ഫോൺ ഫിറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ സ്പീക്കർ പ്രോപ്പറായി വർക്കാവുന്നു.